ഹലോ, ഇന്ന് കല്ലിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം കേട്ടോ. ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ, പിന്നെ ഒന്ന് കറങ്ങി തിരിച്ചു വരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോസ് അധികം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കല്ലു എന്ന് പറയുന്നത് എൻ്റെ മോളുമിയയുടെ ഫ്രണ്ടാണ്. അതുകൂടാതെ നമ്മളിപ്പം ഇവിടെ വന്നിട്ടൊരു ഫാമിലി പോലാണ് കഴിയുന്നത്. അപ്പോൾ ആളുടെ 10th ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാനാണ് ഈ പോകുന്നത്. ഞാൻ പ്ലാൻ ചെയ്തത് കടവന്ത്ര HNCയിൽ പോകാമെന്നാണ്. എനിക്ക് പാലാരിവട്ടം HNC പോകാൻ ഇഷ്ടമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ചടങ്ങാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ ഒരിടത്താകുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടും. ഞാനൊരു റീഡിംഗ് ബുക്ക് വാങ്ങാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കുറേ തപ്പിയിട്ട് സാധനങ്ങൾ കിട്ടിയില്ല. അവസാനം കല്ലൂന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കടയിലൊക്കെ പോകാനും സാധനങ്ങൾ നോക്കാനും വാങ്ങാനും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയാണ് എനിക്ക് പാർട്ട്ണറായിട്ട് കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇവിടെ 2 സൈഡിലായിട്ട് ബൗൺസിങ് ബോളിൽ ഇങ്ങനെ ടിന്നകത്ത് ഇട്ട് വെച്ചേക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ 15 രൂപയുടെ 2 വാങ്ങിച്ചു. പക്ഷേ ബില്ല് കിട്ടുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. ഒരു ബോളിന് 45 രൂപ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, ഇനി ഞാൻ എടുത്ത ബോളിൻ്റെ പ്രൈസ് അതാണോ? അത്രയൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന ആൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഞാൻ പുള്ളിയുടെ കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്ക് ചെക്ക് ചെയ്തപ്പം എൻ്റെ സംശയം കറക്റ്റായിരുന്നു. 60 രൂപ അവർ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കടയിൽ വെച്ച് തന്നെ നമ്മൾ അത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ 60 രൂപ നഷ്ടമാകാഞ്ഞത്. വരുന്ന വഴിക്ക് വൈറ്റിലുള്ള ഒരു കടയിൽ കയറി ചാട്ട് കഴിച്ചു കേട്ടോ. സമൂസ ചാട്ടായിരുന്നു, അത്ര മെച്ചമില്ല. വൃന്ദാവനിലെ കഴിച്ച് ഇപ്പോൾ അവിടുത്തേനാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. കല്ലുവിൻ്റെ ബർത്ത്ഡേക്ക് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. പക്ഷേ ഏട്ടായി വന്നിട്ടില്ല. ഏട്ടായി ജിമ്മിൽ പോയേക്കുക. പിന്നെ പാറു ആണെങ്കിൽ അപ്പനൊരു ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടുന്ന് തൊട്ടടുത്താണ് വീട്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആകുമ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പുറത്ത് രാത്രിയിൽ ഇറങ്ങാനായിട്ട്. ഒറ്റയ്ക്ക് നടന്നു പോകാനും പേടിയില്ല. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ പേടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരുങ്ങി ഇറങ്ങാൻ പോവാണ്. ഇതെന്താ ഇപ്പം മിഠായി തിന്നുന്നേ? അമ്മ പറഞ്ഞില്ലേ ഇപ്പം മിഠായി തിന്നരുത്. പാറു ഭയങ്കര മിഠായി കൊതിച്ചിയാ, എപ്പോഴും മിഠായി തിന്നും. എങ്കിൽ എടുക്കൂ, വേഗം എടുക്കൂ. ഇറങ്ങിക്കോ, എടുത്തോ എല്ലാം. പാറു ഡാൻസ് കളിച്ച് പോവാണ്. ബെല്ല 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 ഹേ. ഓടല്ല, ഞാൻ നിന്റെയൊക്കെ വീഡിയോ എടുക്കാനാടാ ഓടുന്നത്. കണ്ടോ? പിന്നെ എല്ലാ ദിവസവും ആള് മാറിപ്പോയി. ഹായ്. ഞങ്ങൾ വിചാരിച്ചത് കല്ല് കഥ തുറക്കും, അപ്പം നമുക്ക് വിഷ് ചെയ്യാം, ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെയാണ്. പക്ഷേ സനൂജായിരുന്നു വന്നത്. ഇത് സ്മേര കേട്ടോ. അപ്പോൾ സ്മേര ഇന്നോട്ട് ജോലിക്ക് പോയി തുടങ്ങി. അതിൻ്റെ ഒരു ക്ഷീണമാണ് ആളുടെ മുഖത്ത് കാണുന്നത്. ഇതിപ്പോൾ കേക്ക് കാണുന്നില്ലല്ലോ, പിങ്ക് അല്ലേ. ഹാപ്പി ബർത്ത്ഡേ കല്ലു. എടാ അപ്പു, വേണ്ടടാ വേണ്ടടാ വേണ്ടടാ, ചൂടാടാ. എടുത്തോ എന്റെ യൂട്യൂബിൽ വരുവേ. വീഡിയോ എടുക്കാനായിരുന്നോ? ഞാൻ പോരൊന്ന് പഠിച്ചിരിക്കുക. അങ്ങനെ പതുക്കെ ഞാൻ സെറ്റപ്പ് ആകുന്നുണ്ട്. പണ്ടിങ്ങനെ കുറ്റം പറയലല്ലേ, ഫോട്ടോ എടുക്കാൻ അറിയാനാണ്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞു, ഫുഡ് കഴിച്ചു. എന്നിട്ടാണ് തിരികെ വീട്ടിൽ വന്നത്. അൽഫാം മന്തി ആയിരുന്നു ഫുഡ്. അങ്ങനെ പിള്ളേരെല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഇരിക്കുന്ന നന്ദിക എല്ലാവരും ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.